അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെപ്പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെപ്പോലെയും അവൻ മൗനം പാലിച്ചു. ഏശയ്യാ 53:7. ദൈവത്തിൻ്റെ കാരുണ്യത്തിന് അതിരുകളോ പരിധികളോ ഇല്ല എന്ന് നമ്മെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധമായ നോമ്പുകാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവിക പദ്ധതിക്ക് മുൻപിൽ സ്വന്തം ജീവിതത്തെ മുഴുവനായി സമർപ്പിച്ച ഈശോയുടെ മനോഭാവം നമുക്ക് ധ്യാന വിഷയമാക്കാം. നിശബ്ദതയുടെ മറവിൽ എൻ്റെയും ലോകം മുഴുവൻ്റെയും രക്ഷ സാധ്യമാകുന്നു. കൊടിയ വേദനയുടെ നടുവിലും ദൈവത്തിൻ്റെ നിശബ്ദതയാണ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി മാറിയത്. എൻ്റെ ജീവിതത്തിലും സ്വന്തം ആഗ്രഹങ്ങൾക്ക് മുകളിൽ ദൈവത്തിന് പ്രാധാന്യം നൽകാനും നിശബ്ദതയിൽ ദൈവിക സ്വരം ശ്രവിച്ച് മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കായി എൻ്റെ ചെറിയ ഇഷ്ടങ്ങളെ ത്യജിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം.